ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു മെയിൽ ക്യാരക്ടറിൻ്റെ മുടിയാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. പുരുഷന്മാരുടെ മുടി എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ആദ്യം ഞാൻ അതിൻ്റെ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് പറഞ്ഞു തരാം. ഇത് തീരെ വരയ്ക്കാൻ പറ്റാത്ത ആളുകൾ മാത്രം ഇതിൻ്റെ ആദ്യ ഭാഗം കണ്ടാൽ മതിയാകും. അല്ലാതെ അത്യാവശ്യം വരയ്ക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഷെയ്ഡിങ് പാർട്ടിലേക്ക് സ്കിപ്പ് ചെയ്ത് അവിടെ തൊട്ട് കണ്ടാൽ മതിയാകും. ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ആദ്യ ഭാഗം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതുപോലെ ഒരു ഓവൽ ഷേപ്പും ഒരു സൈഡ് ഭാഗത്ത് ഒരു ലൈനും തൊട്ടടുത്ത് ചെറിയൊരു റൗണ്ട് ഷേപ്പും ചെയ്യാം. ഇത് നമ്മുടെ പുരുഷന്മാരുടെ ഹെയർ സ്റ്റൈലിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ടെക്നിക്ക് കാണിക്കുന്നത്. കൺസ്ട്രക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ വരയ്ക്കാനായിട്ട് കഴിയും. പ്യൂർ ബിഗിനേഴ്സ് ഇതുപോലെ ചെയ്യാം. മുടിയുടെ ഷേപ്പ് കിട്ടുന്നുണ്ടല്ലോ, ഒരു ഏകദേശ ഷേപ്പ് കാണാനായിട്ട് കഴിയും. ഇനി ഇവിടെ നിന്ന് നമുക്ക് ബിൽഡ് ചെയ്യാം. ഇനി ഇതൊന്ന് കണക്ട് ചെയ്ത് നമുക്ക് ആ ഷേപ്പ് വരച്ചെടുക്കാം. ഇത് തീരെ വരയ്ക്കാൻ പറ്റാത്ത ആളുകൾക്ക് മാത്രമാണ് ഞാനിത് കാണിക്കുന്നത്. അല്ലാത്തവർക്ക് ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് തുടങ്ങുന്ന ഭാഗം തൊട്ട് കണ്ടാൽ മതിയാകും. ഹെയർ സ്റ്റഡി പൊതുവെ ഷെയ്ഡിങ് തൊട്ടാണ് കാണിക്കാറുള്ളത്. ഇത് തീരെ വരയ്ക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് എങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടി മാത്രമാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്. വളരെ സിമ്പിളാക്കി വളരെ സാവധാനം കാണിച്ചു തരുന്നത് അവർക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്ലൈൻ വളരെ സിമ്പിളായിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടുന്ന് കൃതാവിൻ്റെ ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും ആ ഗൈഡ് ലൈൻസിൻ്റെ ഹെൽപ്പോട് കൂടി. ഇങ്ങനെ ബിഗിനർ ചെയ്താൽ മതിയാകും. ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷൻ നമുക്ക് ആവശ്യമില്ലാത്ത ലൈൻസുകളൊക്കെ മായ്ച്ച് കളഞ്ഞ് ഇതിൻ്റെ ഷേപ്പ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അൺവാണ്ടഡ് ലൈൻസുകൾ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് വരച്ചെടുക്കാനായിട്ട് കഴിയുക. ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഹെയർ വരുന്നത്, അതിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഒരിക്കലും ഹെയർ വരയ്ക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാൻ പാടില്ല. ഇതുപോലെ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് അതിൻ്റെ ഫ്ലോ എന്ന് നോക്കുക. ഞാനിപ്പോൾ അതിൻ്റെ ഓരോ ഒഴുക്ക്, മുടിയുടെ ഷേപ്പ് എങ്ങോട്ടാണ്, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു മാർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒന്ന് സ്റ്റഡി ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. മുടി വരയ്ക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് ഒരു സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഇതുപോലെ ഒന്ന് നോക്കുക. ഇതുപോലെ മുടിയുടെ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്യുക. ചെരിഞ്ഞിട്ടാണ് പോകുന്നത്, ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ അല്ല. ചില ആളുകൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് മുഴുവനും ഇങ്ങനെ തേച്ച് വരയ്ക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇതുപോലെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് എന്നൊന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ മാത്രം ഷെയ്ഡിങ്ങിലേക്ക് പോവുക. ഇനി ഈ ഒരു ഭാഗത്തെ മുടിനാടിര എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. ഇങ്ങനെയാണ് മുടിയുടെ ഷേപ്പും അതേപോലെ തന്നെ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് മുടി ചീക്കി വെക്കുന്നത് എന്നുള്ള ഒരു സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം വരയ്ക്കാനായിട്ട് തുടങ്ങുക. ഇനി നമുക്ക് ഷെയ്ഡിങ്ങിലേക്ക് കിടക്കാം. ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ചെയ്യാനെടുക്കുന്നത് 2B ആണ്. ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഓരോ മുടിനാടിയായിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരിക്കലും നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഷെയ്ഡ് ചെയ്യുന്ന പോലെയല്ല മുടിനാടിര വരയ്ക്കുന്നത്, ഷെയ്ഡ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഓരോ ലൈൻസായിട്ട് വരയ്ക്കണം. നല്ല പോലെ ക്ഷമ ഇതിനാവശ്യമാണ്. നല്ല ക്ഷമ വേണം, നല്ല ടൈം വേണം. ഇതുപോലെ വരയ്ക്കാം. ഈ ഒരു ഡ്രോയിങ്ങിനെ ഞാൻ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ടൈപ്പാണ്.
ആളുകൾക്ക് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ആദ്യ ഭാഗം വളരെ ലൈറ്റായിട്ട് വളരെ സിമ്പിളാക്കി ഞാൻ വരക്കുന്നത്. ഇനി മുമ്പോട്ട് പോകുന്തോറും ഇതിൻ്റെ ഒരു ലെവൽ കൂടിക്കൂടിയായിരിക്കും വരുന്നത്. അടുത്ത ഒരു സ്റ്റഡി കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നോക്കാം, ഇതുപോലെ ഒന്ന് ചെയ്യാം. ഓരോ മുടി നാടിയിലായിട്ടൊന്ന് വരയ്ക്കുക. 2B കൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ. മേലെ ഭാഗത്തെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മുടി ചീകി വെക്കുന്ന സമയത്ത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടില്ലേ? അതിനനുസരിച്ച് നല്ലപോലെ സ്റ്റഡി ചെയ്ത് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മുടി വരയ്ക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആ ഡ്രോയിങ്ങിൻ്റെ ഭംഗിയെ അത് ബാധിക്കും, ഭംഗി നഷ്ടപ്പെടും. ഇതുപോലെ ചെയ്യാം. ലൈൻ ബൈ ലൈനായിട്ട് ചെരിച്ച് വരയ്ക്കാം. ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ അല്ല. നല്ലപോലെ നോക്കി മനസ്സിലാക്കുക തുടക്കക്കാർ. അത്യാവശ്യം വരയ്ക്കുന്ന ആളുകൾക്ക് ഇത് ഞാനിപ്പോൾ പറയുന്നത് പോലെ അങ്ങനെ ഫോളോ ചെയ്യണമെന്നില്ല. അവർക്ക് അവരുടേതായ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തീരെ വരയ്ക്കാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കാര്യവും വളരെ എടുത്ത് ഞാൻ പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ഫസ്റ്റ് ലെയർ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി സെക്കൻഡ് ലെയറും 2B കൊണ്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ആ പോർഷൻ നമുക്കൊന്ന് സ്മഡ്ജ് ചെയ്യണം, ബ്ലെൻഡ് ചെയ്യണം. ബ്രഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാം. ഏതൊരു കാര്യം വരയ്ക്കുമ്പോഴും ഫസ്റ്റ് ലെയർ എപ്പോഴും ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് വേറെ തന്നെയാണ്. ഇനി സെക്കൻഡ് ലെയർ 2B തന്നെയാണ്. ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഞാൻ 2B തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വരയ്ക്കുക. ആദ്യം ചെയ്ത ലെയർ അതിൻ്റെ മേലെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഡാർക്ക്നെസ് വേണ്ട ഭാഗത്ത് മാത്രം ലൈൻസുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുക. എപ്പോഴും ഒരു ചെറിയൊരു ഗ്യാപ്പ്, അതായത് ഒരു മുടിനാടിരയുടെ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു പ്രോസസ്സ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി അടുപ്പിച്ച് ചെയ്യരുത്. നല്ലപോലെ ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം. എന്നാലേ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയൂ. ഹെയർ ഡ്രോയിങ് ആണ് അധികം കുട്ടികൾക്കും അധികം ആളുകൾക്കും പ്രയാസമായിട്ട് തോന്നുന്നത്. ഇതുപോലെ ചെയ്യാം. കണ്ടില്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഷേപ്പല്ല, ഒരു കർവ് പോലെ, ഒരു റൗണ്ട്, ഒരു ഏകദേശം ഒരു അർദ്ധവൃത്തത്തിൻ്റെ ഒരു ഷേപ്പ് പോലെയാണ് ഹെയറിൻ്റെ മൂവ്മെൻറ്റ് ഇരിക്കുന്നത്. അതിനനുസരിച്ച് തന്നെ ഷെയ്ഡ് കൊടുക്കണം, വരച്ചെടുക്കണം. എന്നാലേ റിസൾട്ട് കിട്ടൂ. ഈ ഒരു പോർഷനിൽ നല്ല ഡാർക്ക്നെസ് ആയിരിക്കും. അവിടെ വേണമെങ്കിൽ ലൈൻസുകൾ തമ്മിൽ അടുപ്പിച്ച് വരയ്ക്കാം. ഈ ഒരു പോർഷൻ 2B കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും 2B പെൻസിൽ. ഈ ഒരു ഭാഗത്ത് മുടിനാടിര അടുപ്പിച്ച് വരയ്ക്കാം.
കുറച്ച് ഡാർക്കുള്ള ഭാഗമാണ്. ഓരോ ലൈൻസായിട്ടാണ് വരക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഒരു മുടി വാർന്ന് വെക്കുമ്പോഴുള്ള, ചീകി വെക്കുമ്പോഴുള്ള ഷേപ്പ് എങ്ങനെയാണ്, ഒരു ആർച്ച് പോലെ, ഒരു കർവ് പോലെ. ഇവിടെ നിന്നും വരയ്ക്കാം. അടുത്ത ലെയർ ഈ ഒരു പോർഷനിൽ ചെയ്യാനുണ്ട്. അതും കൂടെ നമുക്ക് ചെയ്യാം. ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യണം മുടി നാടിയിൽ വരയ്ക്കുന്ന സമയത്ത്, എന്നാലേ നല്ല റിസൾട്ട് കിട്ടൂ. ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പേപ്പർ സ്റ്റമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു പോർഷൻ ഒന്ന് ബ്ലെൻഡായി എടുക്കാൻ പേപ്പർ സ്റ്റമ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. സമയമുണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാം. അടുത്ത ലെയർ 4B കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഡാർക്കർ ഏരിയാസ് മാർക്ക് ചെയ്യാം. ആദ്യം ചെയ്ത പോലെ തന്നെ ഓരോ മുടിയായിട്ട് വരക്കുക. എന്നാലേ ആ ഒരു ഫീല് നമുക്ക് കൊണ്ടുവരാൻ കഴിയൂ. ഇതുപോലെ ഓരോ മുടിനാടിലായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു പോർഷനും അതിൻ്റെ ഷേപ്പ് നോക്കി ചെയ്യുക. 4B ആണ് ചെയ്യുന്നത്.
ഡാർക്ക് ടോൺ വേണ്ട ഭാഗത്ത് ഞാൻ കുറച്ച് പ്രഷർ കൂട്ടി ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷൻ 4B കൊണ്ട് കൊടുക്കാം. കട്ടിയിൽ മുടി കാണുന്ന ഭാഗത്ത് ഞാനിപ്പോൾ 4B കൊണ്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ ലൈൻസായിട്ട് ഓരോ മുടിയായിട്ട് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. പെൻസിൽ നല്ലപോലെ മൂർച്ച കൂട്ടിയിട്ട് തന്നെ ഷാർപ്പൻ ചെയ്തിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു ഭംഗി കാണാനായിട്ട് കഴിയും. ഓരോ ലെയർ ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ ഒരു ഫീല്, നല്ലൊരു ഭംഗി, നല്ല നീറ്റ്നെസ് നമുക്ക് ഷെയ്ഡിങ്ങിൽ കിട്ടൂ. ഞാനിപ്പോൾ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. 4B ലെയർ ഞാനിപ്പോൾ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. രണ്ട് ലെയേഴ്സും തമ്മിൽ ബ്ലെൻഡ് ആകുമ്പോൾ ഉള്ളൊരു ഫീല്, കുറച്ചുകൂടെ ഷെയ്ഡിങ്ങിൻ്റെ ടോൺ മാറുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി ഞാൻ 6B പെൻസിൽ എടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഡാർക്കർ ഏരിയാസ് ക്രിയേറ്റ് ചെയ്യാൻ, ഡാർക്ക് വേണ്ട ഭാഗം ചെയ്യാൻ വേണ്ടി ഞാൻ അടുത്ത ലെയറായിട്ട് 6B ഉപയോഗിക്കുന്നുണ്ട്. ഹെയർ സ്റ്റഡിയിൽ നമുക്ക് നല്ലപോലെ ലെയർ ബൈ ലെയറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ
അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് എടുത്തു കാണിക്കാനായിട്ട് കഴിയും. ഇതുപോലെ ചെയ്യാം. സിക്സ് ബി കൊണ്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു ബ്ലാക്ക് ഡാർക്ക്നെസ് കൂടുന്തോറും ഒരു മുടിയുടെ ഒരു ഫീലിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു പോർഷനിലും മുടിനാടിയുടെ ഓരോ ലൈൻസായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഇനി അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതുവരെ ചെയ്ത 6P ലെയർ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലെൻഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബ്ലെൻഡിങ് ബ്രഷ് കൊണ്ട് തന്നെയാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇതൊക്കെ കണ്ടില്ലേ, എല്ലാ ഷെയ്ഡുകളും തമ്മിൽ നല്ലപോലെ ബ്ലെൻഡായി കിട്ടും ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ. നല്ലപോലെ സമയമെടുക്കണം, ടൈം എടുത്തിട്ട് തന്നെ ചെയ്യുക. ഇനി 8P എടുത്തുകൊണ്ട് അടുത്ത ലെയർ ചെയ്യാം. മുഴുവനായിട്ടും ഡാർക്ക് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഓരോ മുടിനാടിരയിൽ ഡാർക്ക് ടോൺ കാണുന്ന ഭാഗത്ത് മാത്രം ചെയ്താൽ മതി. നമ്മൾ മുഴുവനായിട്ടും കവർ ചെയ്യേണ്ട കാര്യമില്ല. ചിലർ മുടി വരയ്ക്കുന്ന സമയത്ത് ഇത് മുഴുവനായിട്ടും ഡാർക്ക് ചെയ്തെടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഓരോ ലൈൻസായിട്ട് തന്നെ ചെയ്യണം, ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം. പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുഴുവനായിട്ട് ബാക്ക്ഗ്രൗണ്ടെല്ലാം ചെയ്യുന്ന പോലെ പെൻസിലെടുത്ത് ഇങ്ങനെ തേച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇതുപോലെ തന്നെ ഓരോ മുടിനാടിലായിട്ട് ടൈം എടുത്തിട്ട് തന്നെ വരക്കുക, ഷെയ്ഡ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക, വീണ്ടും ലെയറായിട്ട് ചെയ്യുക. എന്നാലേ ആ ഒരു ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഇതിന് നല്ലപോലെ ക്ഷമ ആവശ്യമാണ്. ടൈം എടുക്കുക, ക്ഷമയോടെ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇതിൽ പ്രകാശം അടിക്കുന്ന ഓരോ ഏരിയാസ് ഹൈലൈറ്റ് നമുക്കൊരു ഇറേസർ ഉപയോഗിച്ചുകൊണ്ട് മായ്ച്ചെടുക്കാം. കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറേസർ പെൻസിൽ എടുക്കാം, മോണോ സീറോ ഇറേസർ ഉപയോഗിക്കാം, ഇലക്ട്രിക് ഇറേസർ ഉപയോഗിക്കാം. നല്ലൊരു ഫീലായിരിക്കും. നമ്മൾ ഹെയറൊക്കെ പഠിക്കുന്നത് മുതൽ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ചുകൂടെ നമ്മൾ വില കൂടുതലുള്ള ടൂളുകൾ ഉപയോഗിക്കാം. ഇലക്ട്രിക് ഇറേസർ ഉപയോഗിക്കാം, മോണോ സീറോ ഇറേസറൊക്കെ ഉപയോഗിച്ച് തുടങ്ങാം. ഞാനൊന്ന് കാണിക്കാം. ഇലക്ട്രിക് ഇറേസർ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് റിസൾട്ടാണ് വരുന്നത് ഞാനൊന്ന് കാണിക്കാം. മുടിനടിയിൽ വരയ്ക്കാൻ ഈ ഒരു ടൂള് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതുപോലെ ഓരോ ലൈൻസായിട്ട് മായ്ച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീല് കാണാൻ പറ്റുന്നതാണ്. ഹൈലൈറ്റ് ഒരു വൈറ്റ് മുടി ഇടയിൽ കാണുന്നുണ്ടെങ്കിൽ പ്രകാശമടിക്കുന്ന ഒരു ഏരിയ, അതേപോലെ തന്നെ ആ മുടിക്കൊരു പ്രത്യേക ഒരു ഫീല് കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്ക് ഇൻഡൻറ്റിങ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തെടുക്കാം. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ, ഇതിനെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെ ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ആദ്യത്തെ ടൈപ്പാണ്, സിമ്പിൾ ഡ്രോയിങ് ആണ്. ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ഡ്രോയിങ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നല്ലപോലെ ടൈം എടുത്ത് 1-2 ദിവസം എടുത്തുകൊണ്ട് തന്നെ ഒരുപാട് തവണ പ്രാക്ടീസ് എടുത്ത് ചെയ്താൽ മതിയാകും. ഒന്നുകിൽ നിങ്ങൾക്ക് ടാഗ് മാംഗോ ഫീഡിൽ പോസ്റ്റ് ചെയ്യാം, അതുമല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു തരിക. ഞാൻ അതിൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് തരുന്നുണ്ടാവും. സോ ആക്ഷൻസ് എടുക്കുക, മുമ്പോട്ട് പോവുക. ഹാവ് എ നൈസ് ഡേ. ബൈ.